ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായിരിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അനുസരിക്കാത്തപ്പോൾ അവരെ ശിക്ഷിക്കുന്നതും പതിവാണ്. കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അവരെ ശിക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. അവരെ നാം അധികം സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നേരായ പാതയിൽ നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ ആ ശിക്ഷണത്തിന് പിന്നിൽ? ദൈവവും താൻ സൃഷ്ടിച്ച മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവചനത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദ ദൈവത്തെ അനുസരിച്ചില്ല എന്ന് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. യിരെമ്യാ പ്രവചനം 43 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അങ്ങനെ കാരേഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദാദേശത്ത് പാർക്കണം എന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല. So Johanan the son of Kara, all the captains of the forces, and all the people would not obey the voice of the Lord to remain in the land of Judah. ഇതേ ജനങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ ആലോചനയ്ക്കായി യിരെമ്യാവിനോട് അപേക്ഷിച്ചതും. നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തവരാണിവർ. ബാബിലോണിയർ ഈ കൂട്ടത്തെ വിട്ടിട്ട് പോയത് കൊണ്ട് ഈ ജനം ഒന്നടങ്കം മിസ്രൈമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. തൽഫലമായി യിരെമ്യാവിനും മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാകുന്നു. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഇഷ്ടത്തെ ദൈവഹിതവുമായി യോജിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ അധികാരത്തിന് പൂർണ്ണമായി കീഴടങ്ങുകയും നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത്തിൽ ദൈവവചനപ്രകാരം അനുഷ്ഠിക്കുന്നതുമാകുന്നു. ദൈവത്തെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച ധാരാളം പേരെയും ദൈവത്തെ അനുസരിക്കാതെ മത്സരിച്ച് നാശത്തിലേക്ക് പോയ അനേകരെ കുറിച്ചും വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്നത് കേൾക്കൂ: യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. അനുസരണം ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്നും നാം അവനിൽ വിശ്വസിക്കുന്നുവെന്നും കാണിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അവന്റെ ശക്തിയെ സജീവമാക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് നിശ്ചയമായും ദൈവം പ്രതിഫലം നൽകുന്നു. അബ്രഹാമിന്റെ അനുസരണം അതിന് മകുടോദാഹരണമാണ്. ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ശ്രദ്ധയോടെ അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുസരിക്കാത്തവർക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥകളാണ് 15 മുതൽ 69 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സമയോചിതം അത് വായിച്ച് മനസ്സിലാക്കണമേ. യേശു കർത്താവ് പറഞ്ഞത്: എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. വീണ്ടും പറഞ്ഞിരിക്കുന്നത്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ അനുസരിക്കുന്നവർ. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. ഞങ്ങളും അങ്ങയെ സ്നേഹിച്ച്
അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.